എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 110 അല്ലേ, അതിലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത്. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? ദി ലെങ്ത്സ് ഓഫ് ദി ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ആർ 8 cm ആൻഡ് 12 cm ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 50 ഡിഗ്രി. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. എന്താണ് ചോദ്യം? ഒരു പാരലോഗ്രാം അല്ലെ, പാരലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? സമാന്തരികം. ആ സമാന്തരികത്തിന്റെ വികർണങ്ങളുടെ നീളം അല്ലെ, ഡയഗണലിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും. പിന്നെയോ അവയ്ക്കിടയിലുള്ള ആംഗിൾ അല്ലെ, അപ്പൊ ഈ രണ്ട് ഡയഗണല് അവയ്ക്കിടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ആംഗിള് 50 ഡിഗ്രി. പിന്നെ നമുക്ക് ഈ ഡയഗണലിന്റെയും ഈ ഡയഗണലിന്റെയും നീളം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗ്രാമിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വികരണങ്ങൾ അല്ലെ, രണ്ട് ഡയഗണൽസിന്റെ നീളം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇപ്പൊ നമുക്ക് D1 12 സെന്റിമീറ്റർ, അത് ഡയഗണൽ 1. പിന്നെയോ D2 അത് എത്രയാണ്? 8 സെന്റിമീറ്റർ. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 50 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡയഗണൽസിന്റെ നീളവും അതുപോലെ തന്നെ അവയ്ക്കിടയിലെ ആംഗിൾ തന്നു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. അതായത് ഹാഫ് D1 D2 സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ അത് ഉപയോഗിക്കേണ്ട, കാരണം നാം പഠിച്ച രീതിയിലുള്ള ഇക്വേഷൻ, നാം എന്താണ് പഠിച്ചത്, നാം ഈ ചാപ്റ്ററിൽ ഇതുവരെ എന്താണ് പഠിച്ചത്, ആ രീതി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിന് ഉത്തരം കണ്ടെത്താം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് ഒരു സമാന്തരികമാണ് അല്ലെ. അപ്പൊ സാമാന്തരികത്തിന്റെ വികരണമാണ് ഇതും അല്ലെ. അപ്പൊ നമുക്ക് ഒരു വികരണം, ഈ സാമാന്തരികത്തെ എത്ര കഷ്ണാക്കണം നോക്കിയേ. ഒരു വികരണം, ഇപ്പൊ നമ്മൾ ഈ വികരണം മാത്രം എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഈ സാമാന്തരികത്തെ രണ്ട് തുല്യ ത്രികോണങ്ങളാക്കുന്നുണ്ട് അല്ലെ. അതായത് ഒരു ത്രികോണം ഇതും, ശ്രദ്ധിക്കുക, ഒരു ത്രികോണം ഇതും, അതുപോലെ തന്നെ ഒരു ത്രികോണം ഇതും അല്ലെ. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളുടെ ഏരിയ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. അത് നമുക്കറിയാം. അപ്പൊ നാം അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചോദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വലിയ ത്രികോണത്തിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഏരിയയെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലെ എന്ത് കിട്ടും? ഇതിന്റെ മൊത്തം ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ത്രികോണം അല്ലെ, ഈ ട്രയാങ്കിൾ മാത്രം നമുക്ക് എടുക്കാം. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ആ ത്രികോണം നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി കടുപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതേ ഏരിയ തന്നെയായിരിക്കും ഈ ത്രികോണത്തിനും, ഇപ്പുറത്തുള്ള ത്രികോണത്തിനും അതേ ഏരിയ തന്നെ ആയിരിക്കും. അപ്പൊ നാം എന്ത് ചെയ്യണം? ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയനെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടും അല്ലെ. അപ്പൊ ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് BH അല്ലെ, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു വശം നമുക്ക് കിട്ടണം അല്ലേ. അപ്പൊ അതിന് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഈ രണ്ട് ഡയഗണലിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? ഒന്ന് 12 സെന്റിമീറ്റർ, ഒന്ന് 8 സെന്റിമീറ്റർ അല്ലേ. നമുക്കറിയാം, ഒരു സമാന്തരികത്തിന്റെ, അതായത് ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? അത് ബൈസെക്ട് ചെയ്യും അല്ലേ. അതായത് തുല്യ ഭാഗങ്ങളായിട്ടായിരിക്കും അവ മുറിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം 12 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്ര ഉണ്ടായി? ഈ പീസ് എത്ര ഉണ്ടായിരിക്കും? ഇത് 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇതും 6 സെന്റിമീറ്റർ അല്ലേ. അങ്ങനെ 6ഉം 6ഉം 12. ഇനി ഇവിടെയാണെങ്കിലോ ഇത് മൊത്തം എത്രയാണ്? 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ പീസ് എത്ര ഉണ്ടായിരിക്കും? ഇത് 4 സെന്റിമീറ്റർ. ഇവിടെയും 4 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ, നമുക്ക് ആവശ്യമായ ത്രികോണം ഇതാണ്. ഇതിന്റെ ഏരിയ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏത് വശം നമുക്ക് കിട്ടും? ഈ വശം നമുക്ക് കിട്ടും അല്ലേ. അതായത് ഇതിന്റെ മൊത്തം നീളം എത്രയാണ്? 8 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ബേസ് കിട്ടി 8 സെന്റിമീറ്റർ. അപ്പൊ ബി ഈസ് ഈക്വൽ ടു ബേസ് 8 സെന്റിമീറ്റർ. നമുക്ക് ഏതെങ്കിലും ഒരു വശം കിട്ടിയാൽ മതി, ആ വശം നമുക്ക് കിട്ടി 8 സെന്റിമീറ്റർ. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വശത്തിന്റെ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് അതിലേക്കുള്ള ലംബം, പെർപെൻഡിക്കുലർ അല്ലെ. അപ്പൊ ഇത് നമുക്ക് കിട്ടണം. അപ്പൊ ഈ വശത്തിന്റെ ഓപ്പോസിറ്റ് മൂല ഏതാണ്? ഇതിന്റെ ഓപ്പോസിറ്റ് മൂല എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് ഈ വശത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ, അതായത് ലംബമായ ദൂരം അല്ലെ. അപ്പൊ ലംബമായ ദൂരം എന്ന് വെച്ചാൽ ഇതാണോ എച്ച്? അല്ല, ഇതെന്താണ്? ഇത് 50 ഡിഗ്രി ആണ് അല്ലേ. അതായത് ഇവിടെ പെർപെൻഡിക്കുലർ അല്ല. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാണ് എന്താണ്? 90 ഡിഗ്രി ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നാം എന്ത് വേണം? ഇവിടെ നിന്ന് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ ഈ മൂലയിൽ നിന്ന് കണ്ട ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് 90 ഡിഗ്രി. അപ്പൊ ഇതാണ് എച്ച്.
അപ്പോൾ ഈ നീളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബേസ് നമുക്ക് കിട്ടി, എച്ച് കിട്ടി, ഇതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം ഇതാണ് കർണം ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ അതിൻ്റെ നീളം നമുക്കറിയാം 6 സെൻറ്റിമീറ്റർ അറിയാം. അപ്പോൾ ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച്, ഇത് ഹൈപ്പോട്ടിന്യൂസ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസ് തമ്മിലുള്ള ബന്ധം എന്താണ്? സൈൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ 50 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പണിയാം, ഇതിനൊരു പേരുകൾ കൊടുക്കാം. അപ്പോൾ നമുക്ക് പറയാൻ എളുപ്പമല്ലേ അല്ലേ. എ ബി സി ഡി എന്ന് ഇതിന് പേര് കൊടുത്തു. ഇനി നമുക്ക് ഈ പോയിന്റ് അല്ലേ, ഈ പോയിന്റ് നമുക്ക് എ ബി സി ഡി ഇ എന്ന് കൊടുത്തു. ഇതിന് നമുക്ക് എഫ് എന്നും കൊടുക്കാം. അപ്പോൾ ഇനി സൈൻ 50 നോക്കിയാൽ, സൈൻ 50 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഇ. അപ്പോൾ ബി ഇ ബൈ ഹൈപ്പോട്ടിനസ് വെച്ചാൽ ബി എഫ് സീക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ സംഭവം നോക്കിയാൽ, ബി എന്ന് പറഞ്ഞാലാണ് എച്ച് അല്ലേ. അപ്പോൾ എച്ച് ബൈ ബി എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 സെൻറ്റിമീറ്റർ 6. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? സൈൻ 50 ഈസ് ഈക്വൽ ടു എച്ച് ബൈ 6 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മുടെ ടേബിൾ നോക്കാം, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ടേബിൾ നോക്കിയിട്ട് സൈൻ 50യുടെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ സൈൻ 50യുടെ വാല്യൂ എത്ര കിട്ടി? 0.7660 അല്ലേ. ഇതാണ് സൈൻ 50യുടെ വാല്യൂ, സീക്വൽ ടു എച്ച് ബൈ 6. അങ്ങനെയാണെങ്കിൽ എച്ച് എന്ത് വരും? നമുക്ക് ക്രോസ് ചെയ്യും അല്ലേ. ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ മതി. എച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 0.7660. 6 ഇൻറ്റു 6 36, 6 ബാക്കി 3, 3 9, 5 4 അല്ലേ. 4. അപ്പോൾ 1 2 3 സ്ഥാനം നീക്കിയിടുമ്പോൾ 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4.596 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എച്ചിൻ്റെ വാല്യൂ കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ബി നമുക്കറിയായിരുന്നു, എച്ച് നമുക്കറിയില്ല അല്ലേ. എച്ച് നമുക്കറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ എച്ച് കണ്ടുപിടിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ത് വരും? ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് നമുക്കറിയാം 8 ഇൻറ്റു ഹൈറ്റ് നമുക്ക് കിട്ടി 4.596. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ളൂ അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെയും കൂടി കിട്ടണം, മൊത്തം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതേപോലത്തെ ട്രയാങ്കിൾ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇത് ആദ്യം നമ്മൾ ചെയ്തിട്ട് ഇതിനൊരു ആൻസർ കിട്ടും, അതിനെ നാം 2 കൊണ്ട് ഗുണിക്കാം അല്ലേ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ തന്നെ 2 കൊണ്ട് ഗുണിക്കാം. നമുക്ക് ഒറ്റയടിക്ക് ചെയ്യുന്നതാണ്, അതായത് ഏരിയ ഓഫ് ദി പാരലോഗ്രാം. അതായത് സാമാന്തരികത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. ഇത് മൊത്തത്തിനെ നമ്മൾ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഗുണിക്കാം. ഇവിടെ നോക്കിയാൽ 2 കൊണ്ട് ഗുണിക്കുന്നു. ഏതിനെ 1/2 ഇൻറ്റു 8 ഇൻറ്റു 4.596. ഇങ്ങനെ ഗുണിച്ചാൽ എന്താ ഗുണം? ഈ രണ്ടും ക്യാൻസൽ ആയിപ്പോയി അല്ലേ. ബാക്കി എന്ത് ചെയ്താൽ മതി? നമുക്ക് 8 കൊണ്ട് ഇതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഇവിടെ ആദ്യം നോക്കിയാൽ 2 കൊണ്ട് 8നെ ഹരിക്കണം അല്ലേ. 8നെ ഹരിക്കുമ്പോൾ നമുക്ക് 4 കിട്ടും, പിന്നെ 4 ഇൻറ്റു ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി, ഇതിൻ്റെ ഏരിയ കിട്ടി. അത് കഴിഞ്ഞാൽ അതിനെ നാം എന്ത് ചെയ്യണം? വീണ്ടും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ ചെയ്താലോ 2 ഇൻറ്റു അല്ലേ, ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തായാലും മതി? 8 കൊണ്ട് ഇതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് 8 കൊണ്ട് 4.591 ഗുണിച്ച് നോക്കാം. എത്ര വരും? 6 ഇൻറ്റു 8 48, 8 ബാക്കി 4, 9 ഇൻറ്റു 8 അല്ലേ, 9 ഇൻറ്റു 8 72, 4 76, 6 ബാക്കി 7, 8 ഇൻറ്റു 5 8 5 40, 7 47 അല്ലേ, ബാക്കി 4, പിന്നെ 4 ഇൻറ്റു 8 32, 4 36. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അതിൽ 1 2 3 സ്ഥാനം നീക്കി പോയിന്റ് 1 2 3 36.768 എന്ന് ആൻസർ കിട്ടും, സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ നാലാമത്തെ ചോദ്യം? എ ട്രയാങ്കിൾ ഈസ് ടു ബി ഡ്രോൺ വിത്ത് വൺ സൈഡ് 8 centimeters ലോങ് ആൻഡ് വൺ ഓഫ് ദി ആംഗിൾ ഈസ് 40 degree. വാട്ട് ഈസ് ദി മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് ദിസ് ആംഗിൾ? ഈ ചോദ്യം നോക്കിയാൽ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ചോദ്യം എന്താണ്? നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കണം? 8 centimeter ആയിരിക്കണം. പിന്നെയോ അതിൻ്റെ ഒരു ആംഗിൾ 40 degree ആയിരിക്കണം. അപ്പോൾ ഒരു സൈഡ് 8 centimeter, അതുമേലുള്ള ഒരു ആംഗിൾ
40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആ വശം അത് ചുരുങ്ങിയത് എത്ര നീളത്തിലായിരിക്കും? ഇതാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം മുതൽ ഈ പറഞ്ഞ പോലെ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഞാനിപ്പോൾ ഒരു 8 സെന്റിമീറ്റർ ഞാനൊരു ലൈൻ വരച്ചു. ഇനി എന്താണ് ഇവർ പറഞ്ഞിട്ടുള്ളത്? ഇനി ഈ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എത്രയായിരിക്കണം? 40 ഡിഗ്രി ആയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കണം. ഏകദേശം ഒരു 40 ഡിഗ്രി കണക്കാക്കി ഞാനൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇത് 40 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നാം ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ഇനി നോക്കിയാൽ നമുക്ക് ഒരു സൈഡും കൂടിയും കിട്ടണം അല്ലേ? പക്ഷേ അവരൊരു കണ്ടീഷൻ പറഞ്ഞു. എന്താണ് കണ്ടീഷൻ? വാട്ട് ഈസ് ദി മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് ദിസ് ആംഗിൾ? അതായത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരയ്ക്കുന്ന ഈ സൈഡിന് എന്തായിരിക്കണം? മിനിമം ലെങ്ത്, ഏറ്റവും ചുരുങ്ങിയ നീളമായിരിക്കുന്നതിന്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇവ തമ്മിൽ മുട്ടിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് മുട്ടിക്കാം, ഇങ്ങോട്ട് മുട്ടിക്കാം, ഇങ്ങോട്ട് മുട്ടിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനെ ഈ ലൈനിലേക്ക് മുട്ടിക്കാം. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ കിട്ടും. പക്ഷേ എന്ത് വേണം? ഈ വശത്തിന്റെ നീളം ഏറ്റവും കുറവായിരിക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കണം നാം വരയ്ക്കേണ്ടത്? ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ ഞാനിവിടെ ഒരു ലൈൻ വരച്ചു. ഇവിടെ ഒരു പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ലൈനിലേക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം അല്ലേ? എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്കുള്ള ഏറ്റവും നീളം, ഏറ്റവും ചുരുങ്ങിയ നീളം ഏതായിരിക്കും? ഏറ്റവും ലെങ്ത് കുറവായി ഏതായിരിക്കും? ഇങ്ങനെ വരയ്ക്കുന്നതാണോ അതോ ഇങ്ങോട്ട് വരയ്ക്കുന്നതാണോ? നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലേ? അതായത് ഇതിന് പെർപെൻഡിക്കുലർ ഇതായിരിക്കും ഏറ്റവും ചെറിയ നീളം. ഇവിടെ നിന്ന് വേറെ ഏത് പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചാൽ എന്തായിരിക്കും? അതിന് നീളം കൂടി വരും അല്ലേ? അതായത് ഈ ലൈനിലേക്ക് ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ അത് 90 ഡിഗ്രി കണക്കാക്കി വരച്ചു കഴിഞ്ഞാലാണ് ഏറ്റവും ചെറിയ നീളം നമുക്ക് കിട്ടുക. അപ്പോൾ നാം ഇവിടെ നിന്ന് എന്ത് വേണം? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മനസ്സിലായോ? അപ്പോൾ അതായിരിക്കും ഏറ്റവും ചുരുങ്ങിയ നീളം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക അല്ലേ? 90 ഡിഗ്രി കണക്കാക്കിയിട്ട് ഇതിലേക്ക് മുട്ടിക്കുക. നോക്കിയാൽ ഇത് 90 ഡിഗ്രി കണക്കാക്കി മുട്ടിച്ചു. അതായത് ഇത് 90 ഡിഗ്രി. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും ചുരുങ്ങിയ നീളം. അപ്പോൾ നാം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ നീളം എത്രയായിരിക്കണം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നാം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഈ ആംഗിൾ 40 ഡിഗ്രി അല്ലേ? ഇതിപ്പോൾ 90 ഡിഗ്രി ആയി. ഇതിൻ്റെ ഓപ്പോസിറ്റ് കർണം, അതായത് ഹൈപ്പോട്ടിനസ് 8 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് കർണം കിട്ടി, ഒരു ആംഗിളും കിട്ടി അല്ലേ? ഇതെന്തായിരിക്കും? ഇപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം. ഇതൊരു പേര് കൊടുക്കാം, ABC. അങ്ങനെയാണെങ്കിൽ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശം അല്ലേ? ഓപ്പോസിറ്റുള്ള വശമാണിത്. ഇതെന്താണ്? ഇതിൻ്റെ കർണം, ഹൈപ്പോട്ടിനസ് അല്ലേ? അപ്പോൾ ഇവ തമ്മിൽ ബന്ധപ്പെടുന്ന ഏതാണ്? സൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സൈൻ 40. വളരെ എളുപ്പമാണ് ഇതൊക്കെ. സൈൻ 40 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് BC ബൈ ഹൈപ്പോട്ടിനസ് AB. അപ്പോൾ സൈൻ 40 ഈസ് ഈക്വൽ ടു BC ബൈ AB. അപ്പോൾ നമ്മുടെ ടേബിൾ നോക്കിയിട്ട് സൈൻ്റെ വാല്യൂ കണ്ട് സൈൻ 40യുടെ വാല്യൂ കണ്ടുപിടിക്കുക. എത്ര കിട്ടും നമുക്ക്? 0.6428. ഇതാണ് സൈൻ 40. അപ്പോൾ സീക്വൽ ടു BC. ഈ BC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ BC ബൈ AB. AB എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ അതിൽ നിന്ന് BC എങ്ങനെ കണ്ടുപിടിക്കും? BC സീക്വൽ ടു ക്രോസ് ചെയ്യുക അല്ലേ? 8 ഇൻറ്റു 0.6428 സീക്വൽ ടു 8 ഇൻറ്റു 8 64 അല്ലേ? അപ്പോൾ 4 ബാക്കി 6. 8 ഇൻറ്റു 2 16ഉം 6ഉം 22 ബാക്കി 2. 8 ഇൻറ്റു 4 32ഉം 2 34 ബാക്കി 3. 6 ഇൻറ്റു 8 48ഉം 3ഉം 51. അപ്പോൾ ഇവിടെ 1 2 3 4 സ്ഥാനം അല്ലേ? 1 2 3 4 സ്ഥാനം. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 5.1424. അപ്പോൾ BCയുടെ നീളം നമുക്ക് കിട്ടി 5.1424 സെന്റിമീറ്റർ അല്ലേ? നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം നോക്കിയാൽ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് എ റോംബസ് ഈസ് 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 70 ഡിഗ്രി അല്ലേ? അതായത് ഒരു റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമഭുജ സമാന്തരികം അല്ലെ? 4 വശങ്ങൾ ഈക്വലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 5 സെന്റിമീറ്റർ ആണ്. പിന്നെയോ അതിൻ്റെ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 70 ഡിഗ്രി അല്ലേ? 70 ഡിഗ്രി. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് 2 ആംഗിളുകൾ ഉണ്ടായിരിക്കും. ഒന്ന് 90 ഡിഗ്രിയേക്കാൾ വലിയ ആംഗിൾ, ഒന്ന് 90 ഡിഗ്രിയേക്കാൾ ചെറിയ ആംഗിൾ അല്ലേ? അപ്പോൾ നാം എന്ത് ചെയ്യുക? ഇവിടെ 70 ഡിഗ്രി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ആംഗിൾ, ഇത് വലിയ ആംഗിൾ ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. മൊത്തം എത്രയാണ്? 70. ഇത് 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? നാം കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്. ഏരിയ അല്ല കണ്ടുപിടിക്കേണ്ടത്, ഇതിൻ്റെ ഡയഗണൽസിൻ്റെ, അതായത് വികർണങ്ങളുടെ നീളം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു റോംബസിൻ്റെ, അതായത് സമഭുജ സമാന്തരികത്തിൻ്റെ വികർണങ്ങൾ, ഡയഗണൽസ് എന്ത് ചെയ്യും?
പരസ്പരം സമഭാഗം ചെയ്യും അല്ലേ, അത് ബൈസെക്ട് ചെയ്യും. എങ്ങനെയായിരിക്കും ബൈസെക്ട് ചെയ്യുക? 90 ഡിഗ്രി. മനസ്സിലായല്ലോ? അതാണ് വലിയ പോയിന്റ്. അതായത് 90 ഡിഗ്രിയിലായിരിക്കും ഇവ ബൈസെക്ട് ചെയ്യുക. അപ്പോൾ ഈ ആംഗിളൊക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ആദ്യം ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ABCD എന്നൊരു പേര് കൊടുത്തു. ഇതിന് നമുക്കൊരു O എന്ന് പേര് കൊടുത്തു. ഓക്കെ. ഇനി നോക്കിയേ, ഇനി ഇത് ഈ ആംഗിൾ ഇതിപ്പോൾ നമുക്കൊരു മട്ടത്രികോണായി മാറി അല്ലേ. റൈറ്റ് ട്രയാംഗിൾ ഇത് 90 ഡിഗ്രി നമ്മൾ പറഞ്ഞു. ഇനി ഈ ആംഗിൾ എത്ര വരും? ഇത് മൊത്തം 70 ഡിഗ്രി അല്ലേ. ഈ ഡയഗണലാണ്, ഡയഗണൽ ബൈസെക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ 70 ഡിഗ്രി എന്നുള്ളത് എന്തായി മാറും? ഇത് 35 ഡിഗ്രി അല്ലേ. ഇത് 35 ഡിഗ്രി, ഇതും 35 ഡിഗ്രി. ഓക്കെ അല്ലേ. ഇനി നോക്കിയേ, ഈ റൈറ്റ് ട്രയാംഗിളിലെ അതായത് ഈ മട്ടത്രികോണത്തിലെ ഈ ആംഗിൾ നമുക്ക് 35 ഡിഗ്രി എന്ന് കിട്ടിയല്ലേ. ഇനി ഇതിലൊരു സൈഡ് നമുക്ക് ഏത് സൈഡാണ് കിട്ടുക? ഇത് റോംബസ് ആയതുകൊണ്ട് എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കില്ലേ. ഇത് 5 ആണെങ്കിൽ ഇത് 5, ഇവിടെ എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ വശം, അതായത് കർണം ഹൈപ്പോട്ടീസ് നമുക്ക് കിട്ടി 5 സെന്റിമീറ്റർ, ഈ ആംഗിൾ നമുക്ക് കിട്ടി 35 ഡിഗ്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ ഇല്ലേ. സൈൻ അല്ലേ, സൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ട്രയാംഗിൾ AOB അല്ലെ, AOB അത് റൈറ്റ് ട്രയാംഗിൾ ആണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യാൻ നമുക്ക്? സൈൻ 35 അല്ലെ, സൈൻ 35 സീക്വൽ ടു 35ന്റെ സൈൻ എന്താണ്? എതിർവശം ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? AO ബൈ കർണം ഹൈപ്പോട്ടനസ് AB. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടേബിൾ നോക്കിയിട്ട് സൈൻ 35ന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുക. എത്രയാണ് സൈൻ 35ന്റെ വാല്യൂ? 0.5736 അല്ലേ. അതാണ് സൈൻ 35 സീക്വൽ ടു AO ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AO ബൈ AB. ABയുടെ നീളം നമുക്കറിയാം 5. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് AO എങ്ങനെ കിട്ടും? AO ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.5736 സീക്വൽ ടു എത്ര കിട്ടും നോക്കിയാൽ? 2.868 അല്ലേ. ഇതാണ് കിട്ടിയത്. ഒന്ന് കുടിച്ചു നോക്കിയാൽ ഇതന്നെയല്ലേ കിട്ടുന്നത്. ഓക്കെ. ഇപ്പം നമുക്ക് എന്താണ് കിട്ടിയത്? AO അല്ലേ. അതായത് A തൊട്ട് O ഈ നീളമാണ് നമുക്ക് കിട്ടിയത് 2.868 അല്ലേ. അപ്പോൾ ഇതേ നീളം തന്നെയായിരിക്കും ഇവിടേക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ACയുടെ നീളം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? therefore AC is equal to 2 കൊണ്ട് ഗുണിക്കുക അല്ലേ. 2.868 ഇൻറ്റു 2. അപ്പോൾ എന്ത് വരും? 5.736 അല്ലേ. 5.736 സെന്റിമീറ്റർ. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഒരു ഡയഗണൽ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഡയഗണലിന്റെ നീളം കിട്ടി 5.736 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് വേണം? ഈ ഡയഗണൽ കണ്ടുപിടിക്കണം അല്ലേ. ഈ ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കണം. അതിന് നാം എന്ത് ചെയ്താൽ മതി? ഈ നീളം നമുക്ക് കിട്ടിയാൽ മതി അല്ലേ. BO എന്ന് പറയുന്ന നീളം കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതേ ട്രയാംഗിൾ തന്നെ ഉപയോഗിക്കാം. ഇതേ ട്രയാംഗിൾ തന്നെ ഇവിടെ നോക്കിയേ. ഇവിടെ 35 ഡിഗ്രി, ഇത് 90 ഡിഗ്രി അല്ലേ. നമുക്കറിയാം കർണം ഓപ്പോസിറ്റ്, അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 5 സെന്റിമീറ്റർ. അപ്പോൾ കർണം നമുക്ക് കിട്ടി. ഇനി കർണവും ഈ 35 ഡിഗ്രിയുടെ എന്താണ് ഇത്? ഈ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. ഇതെന്താണ്? ഇതിന് സമീപവശം, അതായത് അഡ്ജസന്റ് സൈഡ്. ഇവിടെ ശ്രദ്ധിക്കുക, അഡ്ജസന്റ് സൈഡ് ആണിത്. 35 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിൽ ബന്ധപ്പെട്ട ഏതാണ്? കോസ് അല്ലേ. കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം, അഡ്ജസന്റ് സൈഡ് ബൈ കർണം. അപ്പോൾ നാം എന്ത് ചെയ്താൽ മതി? cos 35 കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് cos 35 cos 35 എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം, സമീപവശം BO ബൈ കർണം AB അല്ലേ. ഇനി നാം ടേബിളിൽ നോക്കിയിട്ട് എന്ത് വേണം? cos 35 ഒന്ന് കണ്ടുപിടിക്കാം. എത്ര കിട്ടി? 0.8192 അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പേജിൽ, ഈ ചാപ്റ്ററിന് ലാസ്റ്റ് പേജിൽ ടേബിൾ ഉണ്ട്. അതിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു സൈഡിൽ ആംഗിൾ എഴുതിയിട്ടുണ്ട്, അവരുടെ സൈൻ കോസ് കാണാം അല്ലേ. അപ്പോൾ അത് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ cos 35യുടെ വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് cos 35 ആണ് വേണ്ടത്. അപ്പോൾ cos 35 0.8192 സീക്വൽ ടു എന്ത് വരും? BO ബൈ AB. നമുക്കറിയാം കർണം 5 സെന്റിമീറ്റർ, 5. അങ്ങനെയാണെങ്കിൽ BO എന്ത് വരും? BO ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.8192
2 സീക്വൽ ടു 5 ഇൻറ്റു 2 2 10ക്ക് 0 ബാക്കി 1 9 ഇൻറ്റു 5 45 46 ബാക്കി 4 5ഉം 4ഉം 9 8 ഇൻറ്റു 5 40 40 അപ്പോൾ 1 2 3 4 1 2 3 4 അപ്പോൾ എത്ര കിട്ടും നമുക്ക് ഉത്തരം 4.096 അല്ലേ ഈ 0 നമുക്ക് കളയാം ലാസ്റ്റ് നമ്പർ അക്കല്ല അപ്പോൾ 0 നമ്മൾ കളഞ്ഞു അപ്പോൾ എന്ത് തോന്നും 4.096 സെൻറ്റിമീറ്റർ ആണ് BO. അപ്പോൾ BO ഇത്ര നീളം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി എന്ത് വേണം നമുക്ക് വികരണം എന്ന് പറഞ്ഞാൽ BD ആണ് അല്ലേ BD ആണ് ഡയഗണൽ. അപ്പോൾ BD ദർഫോർ BD എന്ത് ചെയ്താൽ മതി 4.096നെ 2 കൊണ്ട് ഗുണിക്കുക അല്ലേ 2 എത്ര കിട്ടും 6 ഇൻറ്റു 2 12 9 ഇൻറ്റു 2 18 19 2 ഇൻറ്റു 0 0 1 4 ഇൻറ്റു 2 8 അപ്പോൾ നമ്മൾ 3 സ്ഥാനം നീക്കി 1 2 3 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ 8.192 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡയഗണൽ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.